ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സീസണിൽ ഇഷ്ടംപോലെ കിട്ടുന്ന ചക്ക കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ചക്ക നല്ലപോലെ വൃത്തിയാക്കി അതിൻ്റെ കുരുവും പാടയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുത്ത് അല്പം വെള്ളം കുടഞ്ഞതിന് ശേഷം അത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിനകത്തോട്ട് വെച്ചിട്ട് ഒരു 2-3 വിസിലടിച്ചാൽ മതി, നല്ലപോലെ വെന്ത് കിട്ടും. അതിനുശേഷം തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കാം, വറുത്ത അരിപ്പൊടി, അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം, പിന്നെ 1/4 ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർക്കാം, 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിക്ക് പകരം ഈ വറ്റൽ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അല്പം ജീരകം ചേർക്കുന്നുണ്ട്, ഓമം, അയ്മോദകം, ഇത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് ഓമം ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ചക്ക കൂടി ചേർക്കാം. ഈ ചക്ക കൂടി ചേർത്ത് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണ് ചൂട് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കി വയ്ക്കുമ്പം അതിൽ നിന്നൊരു 3 ടീസ്പൂണിൽ എണ്ണ എടുത്തൊഴിച്ചാൽ മതി. അതിനുശേഷം കൈ കൊണ്ടുകൂടി കുഴയ്ക്കാം. കൈ അല്പം എണ്ണ തേച്ചതിന് ശേഷം കുഴയ്ക്കുകയാണെങ്കിൽ കയ്യിൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുകയില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഇതുപോലെ കൈ നിറച്ച് ഒട്ടിപ്പിടിക്കും. ചക്ക നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും. അപ്പം മാക്സിമം നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ. കയ്യിൽ അല്പം വെള്ളം നനച്ചതിന് ശേഷം കുഴച്ചാലും മതി, ഇല്ലെങ്കിൽ അല്പം എണ്ണ തൂത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമ്മൾ സേവാനേഴിയിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഈ അച്ചാണ് സേവാനേഴിയിലിടുന്നത്. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത് എണ്ണയിൽ വറുത്ത് കോരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സേവാനേഴിയിലേക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി വെച്ചാൽ മതി, കൈ കൊണ്ട് വയ്ക്കരുത്. കയ്യിലൊക്കെ നല്ലപോലെ പറ്റിപ്പിടിക്കും. ഇതുപോലെ സ്പൂണിൽ കുറേശ്ശെ മാവ് വെച്ചിട്ട് ഇതാണ്ടോ ഈസി ആയിട്ട് ഇങ്ങനെ വരും. നമുക്കൊന്നും അധികം പ്രസ് ചെയ്ത് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് തന്നെ വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതിയേ. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് പിഴിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും. കണ്ടോ, ഒരു സൈഡായി. ഇനി അത് മറിച്ച് മറ്റേ സൈഡ് കൂടി ഇട്ടതിന് ശേഷം ഞാനിതൊന്ന് മുറിച്ചിടുന്നുണ്ട്. ഞാനൊരു സിസേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്, മുറുക്കിനെ പോലെ. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് സെറ്റായി കഴിയുമ്പം പതുക്കെ സിമ്മിലോട്ടിട്ട് കുറച്ച് സമയം ഇടും. ആ സമയത്ത് ഇതിനകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ അകം ചിലപ്പോൾ നമ്മളിത് പെട്ടെന്ന് തീ കൂട്ടിയിടരുത് ഒരു കാരണവശാലും. പെട്ടെന്ന് വറുത്ത് പോരുവാണെങ്കിൽ ഇതിനകം വേഗത്തില്ല. വെളിയിൽ ക്രിസ്പി ആയിരിക്കും, അകം വേഗത്തില്ല. കുറച്ച് സമയം സിമ്മിലിട്ടതിന് ശേഷം ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ വീണ്ടും മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഫ്ലെയിം മീഡിയത്തിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് പിഴിഞ്ഞൊഴിക്കാൻ. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് ഒന്ന് സെറ്റായി കഴിയുമ്പം നമ്മൾ മറിച്ചിട്ടതിന് ശേഷം അതിനെ ഒന്ന് പീസൊക്കെ ആക്കിയിട്ട് അല്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നതിന് ശേഷം പിന്നെ മീഡിയത്തിലേക്ക് പിന്നെ മാറ്റുക. അപ്പം ഒരു ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കോരി എടുക്കുക. ഒരുപാട് കളർ മാറാൻ നിൽക്കരുത്. ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ അടിപൊളി മുറുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ചക്കയും അരിപ്പൊടിയും മാത്രം മതി. നല്ല കരുകരുപ്പാണ്, സോഫ്റ്റാണ്. ഞാൻ 2 പീസ് വായിലിട്ട് കടിക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എത്രത്തോളം കരുകരിപ്പിലാണ് നമുക്ക് കിട്ടിയതെന്ന്. അപ്പോൾ ആ കരുകരിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ഫ്ലെയിം, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.